ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ അമ്മ പുറത്തോട്ട് കളിക്കി. അപ്പോൾ അനിയത്തി നാട്ടിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് കവിത വരുന്നുണ്ട് പറഞ്ഞിട്ട് കാത്തിരിക്കലാണ്. പിന്നെ നമ്മൾ അന്ന് കുട്ടീൻ്റെ ചരട് കെട്ടുമ്പോൾ പോയത്. അതിൻ്റെ പിന്നെ നമ്മൾ കുട്ടീനെയും കണ്ടിട്ടില്ല, അവരിനെ ആരിനെയും കാണാനായിട്ടില്ല. വീഡിയോയിൽ എങ്ങനെ കാണണ്ടപ്പാ, എന്നാലും നമുക്ക് നേരിട്ട് കാണുന്ന മുതലാവോ ഇല്ലല്ലേ. അപ്പം ഇങ്ങനെ കാത്തിരിക്കലാണ്. അപ്പോൾ നോക്കാം ബർത്ത്ഡേ. അല്ല പറയണം. ആ മഴ, നല്ല മഴ. എല്ലായിടത്തും കർണാടകത്തിൽ പൂച്ച ഭയങ്കര ഇതല്ലേ. വിജു ഇരിക്കി. പെണ്ണുള്ള വീടാണ്, വേഗം ഇരിക്കണം. അതെയാ, അങ്ങനെയാ നിക്കാൻ പാടില്ല. ചെക്കനുള്ള വീട്ടിലാണ് ചെക്കന് പെണ്ണ് കിട്ടില്ല. വിരുന്നാർ വന്നു അങ്ങനെയല്ല, നമ്മളതൊരു ഇരിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. അമ്മയോ കവിതയോ വിജയോ എല്ലാവരും കൂടിയിട്ട് അനിയന്റെ വീഡിയോ ഓപ്പണിങ്ങേക്ക് അല്ലേ ചക്കര അപ്പൊ മഴ നനഞ്ഞോണ്ട് അവന് ചോന്നത് കണ്ടിന്. അതിന്റെ പൂവിന്റെ ചിത്രമെല്ലാം നോക്കാം. അത് അമ്മയോ പിന്നെ അനിയനോ പിന്നെ കുട്ടികളെല്ലാം ഉണ്ട്. അവരെല്ലാം വീഡിയോ ഓപ്പണിംഗ് പോകുന്നുണ്ട്. ഇന്ന് ഓപ്പണിംഗ് ആണ് മൈസൂരില് അല്ലേ. ഇന്ന് ഓപ്പണിംഗ്. അപ്പൊ ശരി അമ്മ, പോയിട്ട് വരി. പോയിട്ട് വരി, ബൈ. പോയിട്ട് വരി. എന്ത് പറയട്ടെ സ്പെഷ്യല് അനിയന് അങ്ങനെ അനിയന് ബോട്ടിയാക്കിന്ന് ബോട്ടിക്കറി. വേറെ സ്പെഷ്യലുണ്ട് പറയാ. ബോട്ടിക്കറി നല്ല ബോട്ടി ഡ്രൈ ആക്കിന്, ഫ്രൈ ഡ്രൈ. അപ്പൊ ഇത് ഗസി, ചിക്കന്റെ ഗസി ആക്കിന്ന്. പിന്നെ സൂപ്പ് ഉണ്ട്, സൂപ്പ് ആക്കി സൂപ്പ്. അത് ഇനി ചൂടാക്കണം, അപ്പൊ വെള്ളം പോലെ ആവോ. അപ്പൊ നമുക്ക് ചൂടാക്കിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. വായിലെല്ലാം വെള്ളം വരുന്നത് വന്ന പൂച്ച ഒച്ച നോക്ക്. ഇതിന്റെ മണം കേട്ടിട്ട് അമ്മ വെച്ച സൂപ്പല്ല ചൂടാക്കിട്ട് വരുമ്പോഴേ ഗീത പറയുന്നുണ്ട് നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നല്ല ദിവസം പൂച്ചനെ കാട്ടി മുമ്പ് ഞാന് തിന്നു. അപ്പൊ ഫസ്റ്റ് അമ്മ ആക്കിയ സൂപ്പ് കറി ഒന്നില്ല, സൂപ്പ് ലേസ് കുടിച്ചു നോക്കാം. ഈ മഴക്ക് സൂപ്പും ഇതിന്റെ ഇത് നോക്കി കാലെല്ലാം അങ്ങനെ ഇട്ടിട്ട് നല്ല പൂവും അതിൽ വന്നു. അങ്ങനെ വേവണം, നല്ല വേണം. അതെ, നമ്മളവിടെ എല്ലാം ഇങ്ങനെ മുളക് കൂട്ടിന്റെ ഉള്ളിൽ പോകാനാവില്ല, മുള്ളില് അല്ലേ. കൊത്തി ക്ലീൻ ആക്കി വെച്ചു. അതെ, അതെ. ഇതിന്റെ ആരുണ്ടല്ലേ വലുതാ, ആര് കയ്യില് കുത്തിയാൽ ചൊറിഞ്ഞുകൊണ്ടുണ്ടാവും. ചെറിയ കുഞ്ഞി മുളക് സൗണ്ടായിട്ട് ഒരു റുപ്യൻ്റെ കോയിന് മാതിരിക്കുള്ള വട്ടത്തിലുണ്ട് അല്ലേ. ഇതാണ് ഇടുന്നത്, ഈ മഞ്ഞ കളർ. അതന്നെ ഇടുന്നതല്ലേ. നല്ല കട്ടാക്കിട്ട് വന്നപ്പോൾ നല്ല എളുത്തുണ്ടായി. ഇത് കുറച്ചു നേരം നമ്മൾ അങ്ങനെ വെച്ചാല് വെച്ചിട്ടാകുമ്പോ അത് മൂത്ത് പോകും. അപ്പൊ നമ്മളിവിടെ
ഇത് മുളക്കമ്പ് ഇത് കൊടുന്നെങ്കിൽ അപ്പൊ കേരളത്തില് ഓരോരോ നാട്ടില് ഓരോരോ ഭാഷയില് പറയും അല്ലെ? ഭാഷയുണ്ട്. അവിടെ ഓരോരോ സ്ഥലത്തില് മുളക്കാമ്പ്, ആണ്ടമുള, കൊടുകള് വന്നിട്ട് കനീല, കനീലെ, ഇങ്ങനെയല്ല ഓരോരോ പേര്. പിന്നെ 2-3 പേരുണ്ട് ഇവിടെ. അതെ മൂങ്ങില, കനീല എന്തെല്ലോ പറയല്ല, അതെ ശരിക്കറിയുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ കണിയില പറഞ്ഞ് ചിലവര് പറയും തണുപ്പ് പറ്റൂല, അങ്ങനത്തെ അവർക്കല്ല ഇങ്ങനത്തത് നല്ല രീതിയിൽ തിന്നാല്. പിന്നെ എല്ലാ ഈ ബോഡി ഈട്ടാവും നോക്കി, അങ്ങനത്തെ ഒക്കെ തിന്നാല് ഇത് ഭയങ്കര ചൂട്. ഈ മുളക്കമ്പിന്റെ ഈ വേസ്റ്റ് ഉണ്ടല്ലേ, ഇതിന് ഇടുമ്പോ നമ്മള് റോഡ് സൈഡിലെല്ലാം ഇടാൻ പാടില്ല, പശുക്കളൊക്കെ തിന്നാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വിഷമത്രല്ലേ പശുക്കളെ തിന്നാല്? നല്ലതാ ഇത് പറഞ്ഞത്. പശുക്കൾക്കെല്ലാം കിട്ടാത്ത സ്ഥലത്തില് ഇടണം, നല്ലത്. ഇത് നമുക്ക് 3 ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ എണിച്ചിട്ട് ഇതിനെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വേറൊരു വെള്ളം ഒഴിച്ച് വെക്കണം. അങ്ങനെ 3 ദിവസം ആക്കണം. എന്നിട്ട് കറിയാക്കാം. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇടും. അപ്പൊ ഇത് കവിത്തിന്റെ ഒരു ബന്ധത്തില് സന്തോഷമുണ്ട്, അവനെ കണ്ട് അത് പോയി കുഞ്ഞുമകനെ കണ്ട് സന്തോഷമായി. വരുന്നുണ്ട്, അവനിക്കൊരു ഇതൊന്നുമില്ല, കരച്ചിലൊന്നും ഇല്ല, എല്ലാവരുടെ അടുത്ത് വരുന്നുണ്ട്. വേറെ കുട്ടികളുടെ അങ്ങനെ കരയണമെന്നല്ല അല്ലേ? അപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.